ഹലോ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബാംഗ്ലൂരിൽ വളരെയേറെ പോപ്പുലർ ആയിക്കൊണ്ടുള്ള ഒരു സ്പോട്ടിലേക്കാണ്. ഒത്തിരി വെറൈറ്റി ഓഫ് ഫിഷസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ഇന്ത്യയിലെ തന്നെ ലോങ്കസ്റ്റ് അണ്ടർ വാട്ടർ ടണലും കൂടിയാണ് ഇവിടെയുള്ളത്. ഇവിടുത്തെ ആംബിയൻസ് തന്നെ കണ്ടില്ലേ, എത്ര അട്രാക്റ്റീവും പിന്നെ എത്ര ഡിഫറെൻ്റ് ആയിട്ടാണ് ഉള്ളതെന്ന്. ഇതിൻ്റെ അകത്ത് ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു കടലിൻ്റെ അകത്ത് ചെന്ന ഒരു ഫീലാണ്. കടലിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്ന പല ഫിഷസും പലതരത്തിലുള്ള ആംബിയൻസും നമുക്കിവിടെ ഫീൽ ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അത്ര ഒരു നല്ല അട്രാക്റ്റീവായ ഒരു പ്ലേസാണ് ഞാനിന്ന് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്. ഈ സ്ഥലം മറ്റേതുമല്ല, ബാംഗ്ലൂരിലെ ഏറ്റവും കൂടുതലായി ഇപ്പോൾ അറിയപ്പെടുന്നുള്ള അക്വേറിയം പാരഡൈസ്. അതെ, ഇന്നത്തെ യാത്ര ഇവിടേക്കാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ എൻ്റർ ആയതും ലെഫ്റ്റ് സൈഡ് വേണം പോകാനായിട്ട്. അപ്പം ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഫൺ വേൾഡ് ആണ്. ഇവിടെ ഒരു മിനി ഫൺ വേൾഡ് നമുക്ക് കാണാൻ പറ്റും. ഒത്തിരി അഡ്വെഞ്ചറസ് ആയ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വണ്ടി അവിടെ തന്നെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ ഈ കാണുന്ന അക്വേറിയം പാരഡൈസിനകത്ത് ചെല്ലാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റർ ആയതും പിന്നെ നമ്മൾ ലെഫ്റ്റ് വേണം പോകാനായിട്ട്. ലെഫ്റ്റ് എടുത്തതും നമുക്ക് ടിക്കറ്റ് കൗണ്ടർ കാണാൻ പറ്റും, കണ്ടില്ലേ? അപ്പം നമുക്ക് ആദ്യം ചെന്ന് ടിക്കറ്റ് എടുക്കാം. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഒരാൾക്ക് അഡൾട്ടിന് 499 ചിൽഡ്രൻസിന് 449 ആണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം ചെന്ന് ടിക്കറ്റ് എടുത്തു. അപ്പം നമ്മൾ എൻ്റർ ആകുമ്പോൾ ടിക്കറ്റ് കാണിച്ചിട്ട് വേണം അകത്തോട്ട് കയറി ചെല്ലാനായിട്ട്. അപ്പം നമുക്ക് എൻട്രൻസിൽ തന്നെ നല്ലൊരു ആംബിയൻസ് ആണ് കാണാൻ പറ്റുന്നത്. നല്ല ഒത്തിരി ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ആംബിയൻസ് ആണ് നമുക്കിവിടെ കാണാനും ആസ്വദിക്കാനും പറ്റുന്നത്. കണ്ടില്ല, കയറി ചെന്നതും നമുക്കൊരു വലിയ അക്വേറിയമിനകത്ത് ഒരു വലിയ ഫിഷാണ് കാണുന്നുള്ളത്. ഇവിടെ എല്ലാ അക്വേറിയമിനകത്തു പോലും നമുക്ക് വെറൈറ്റി ഫിഷസ് മാത്രമല്ല കാണാൻ പറ്റുന്നത്, ഒത്തിരി വെറൈറ്റി തീംസും കൂടിയാണ് ഇവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. പലതരത്തിലുള്ള ഒരു മീനിങ് ഫുള്ളായ തീംസാണ് ഇവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. അതായത് യഥാർത്ഥ കടലിനകത്ത് എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു തീമാണ് ഇവിടെ ഇവർ റീക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ല എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്ന. അതായത് കുട്ടികളുമായിട്ടൊക്കെ വരുവാണെങ്കിൽ അവർ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യും. സത്യത്തിൽ കണ്ടില്ലേ? വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കൂട്ടമായിരുന്നു. സത്യത്തിൽ ഇത്രയും ആളുകളെ പ്രതീക്ഷിച്ചല്ല ഞങ്ങൾ വന്നത്. അപ്പം ജസ്റ്റ് ഇൻസ്റ്റയിൽ ഇങ്ങനെ ഈ ഒരു സ്ഥലം ഒത്തിരി വൈറലായിക്കൊണ്ടിരിക്കുന്നത് കണ്ടപ്പം എന്തായിരിക്കും ഇവിടെ അതിന് മാത്രം കാണാനുള്ളത് എന്നുള്ള ഒരു ആകാംക്ഷയോടാണ് വന്നത്. അപ്പോൾ വന്ന് നോക്കുമ്പോൾ സത്യത്തിൽ ഒത്തിരി ആൾക്കൂട്ടമാണ് നമുക്കിവിടെ കാണാൻ പറ്റിയത്. കാരണം ഇപ്പം സമ്മർ ഹോളിഡേയ്സും കൂടി ആയതുകൊണ്ട് കുട്ടികളായിട്ടൊക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. ബാംഗ്ലൂരിൽ തന്നെ ആയതുകൊണ്ട് പിന്നെ ഞങ്ങളും ജസ്റ്റ് ഒന്ന് വന്ന് കാണാമെന്ന് വിചാരിച്ചു. കണ്ടില്ലേ, പോകുന്ന വഴിയിലൊക്കെ നമുക്ക് ഇതുപോലെ ഒരു ആംബിയൻസ് കാണാൻ പറ്റും. അപ്പോൾ ഈ അക്വേറിയമിനകത്ത് ഇതുപോലെ ഒരു ഡിഫറെൻ്റ് ആയ തീമാണ് ഇവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫിഷസൊക്കെ പോയിക്കൊണ്ടുണ്ട്, കണ്ടില്ലേ? ഒത്തിരി കളർഫുൾ ഫിഷസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പം ഫിഷസ് ഇങ്ങനെ അക്വേറിയംസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സത്യമായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അത്രയ്ക്ക് നമ്മളൊരു കടലിൻ്റെ അകത്തുള്ള ഒത്തിരി കാഴ്ചകളാണ് നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. ഈ സ്ഥലം ഇത്രയും ഫേമസ് ആവാൻ കാരണം വെറും അക്വേറിയം മാത്രമല്ല, അത്രയും നല്ലൊരു തീമാണ് ഇവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നതും പിന്നെ ഇവിടുത്തെ ആംബിയൻസ് ആവട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് ആളുകളെ കൂടുതലായി അട്രാക്റ്റ് ചെയ്യുന്നത്. കാരണം ഇതിനകത്ത് വരുമ്പോൾ തന്നെ നമുക്ക് മറ്റേതോ ഒരു ലോകത്തിൽ വന്ന ഒരു ഫീലാണ്.
എവിടെ നോക്കിയാലും നമുക്ക് ഫിഷ് മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. പലതരത്തിലുള്ള പല വെറൈറ്റി ഓഫ് ഫിഷസ് ആണ്. നമുക്ക് കടലിനകത്തുള്ള ഒരു ഫീലാണ് ഇവിടെ നമുക്ക് തോന്നിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ ഒരു നല്ല കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി ഡിഫറെൻ്റായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതായത് ഇവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പം നല്ലൊരു മത്സ്യകന്യകയുടെ ഒരു സ്റ്റാച്ചുവും കൂടി അവിടെ ഉണ്ട്. അപ്പം നമുക്കിനി താഴെ പോയി അവിടുത്തെ കാഴ്ച നോക്കാം. അപ്പം ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വേണം നമ്മൾ അങ്ങോട്ട് ചെല്ലാനായിട്ട്. പക്ഷെ നേരെ നമുക്ക് ആ കാണുന്ന സ്ഥലത്ത് പോകാൻ പറ്റത്തില്ല. കാരണം പോകുന്ന വഴിയിൽ ഒത്തിരി ഇതുപോലത്തെ ഡിഫറെൻ്റായ കുറേ അക്വേറിയംസും കൂടി ഉണ്ട്, ഒത്തിരി ഫിഷസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ട് വേണം നമ്മൾ അവിടെ ചെല്ലാനായിട്ട്. എത്ര ഭംഗിയുള്ള ഒരു തീമാണെന്ന് കണ്ടില്ലേ. ഇതിനകത്ത് കുഞ്ഞ് ഫിഷസൊക്കെ ഉണ്ട്, കണ്ടില്ലേ. ഇവരുടെ ക്രിയേറ്റിവിറ്റീനെ കുറിച്ച് പറയാൻ സത്യത്തിൽ ഒന്നുമില്ല. അത്രയ്ക്ക് നല്ലൊരു ക്രിയേച്ചേഴ്സാണ് ഇവർ ഇവിടെ ചെയ്തേക്കുന്നത്. ഒത്തിരി നല്ല അട്രാക്റ്റീവായ കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. ഇവിടെ വന്നപ്പോൾ എനിക്ക് എല്ലാ കാര്യവും ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഒത്തിരി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെടാൻ ഓരോ കാര്യം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പവർ കട്ട് ആവുന്നുണ്ടായിരുന്നു. അതായത് ഒരു 4 തവണയെങ്കിലും ഞാൻ വന്നതിന് ശേഷം പവർ കട്ടായിരുന്നു. അപ്പോൾ ഇത്രയും ആൾക്കൂട്ടം ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു അൺകംഫർട്ട് ഫീൽ ചെയ്യും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സംഭവിക്കുമ്പോൾ. കാരണം ഇതിനകത്ത് ഒത്തിരി ഇരുട്ടാണ്. ആ ഒരു കാര്യം ഒഴിച്ച് ബാക്കിയെല്ലാം ഓക്കെയാണ്. ഈ സ്പേസിൽ നമുക്ക് ബോട്ടിൽ ഷേപ്പിലുള്ള കുഞ്ഞു കുഞ്ഞു അക്വേറിയമിനെ കാണാൻ പറ്റും. അതിനകത്ത് കുഞ്ഞു കുഞ്ഞു ഫിഷസും നല്ല കുഞ്ഞു കുഞ്ഞു ആംബിയൻസും കൂടിയാണ് അവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പം കുറച്ചും കൂടി മുന്നോട്ട് വന്നാൽ ഇതുപോലെ വലിയ അക്വേറിയമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത്രയേറെ ഫിഷസ് ഞാൻ കണ്ടിട്ടേ ഇല്ല സത്യത്തിൽ. അത്രയ്ക്ക് ഒരു ഡിഫറെൻ്റായ ഒത്തിരി വെറൈറ്റി ഫിഷസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്. കണ്ടില്ലേ, എന്ത് ഭംഗിയാണ് അതിനെയൊക്കെ കാണാനെന്ന്. വലുതും ചെറുതുമായ ഒത്തിരി അക്വേറിയംസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ വളരെ ഡിഫറെൻ്റ് ആയ ഒരു ഫിഷാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അതായത് വളരെ റെയറായി ദ്വീപുകളിൽ കാണപ്പെടുന്ന ജെല്ലി ഫിഷാണ് ഈ കാണുന്നത്. കണ്ടില്ല, അതിൻ്റെ അനക്കം കണ്ടില്ലേ, എത്ര ഡിഫറെൻ്റ് ആണെന്ന്. അങ്ങനെ നമ്മളിപ്പം നേരത്തെ മേളിൽ നിന്ന് കണ്ട സ്ഥലത്തെത്തിയേക്കുവാണ്. നമുക്കിവിടെ ഒത്തിരി നല്ലൊരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. ഒരു കുഞ്ഞു വാട്ടർഫാൾ നമുക്കിവിടെ കാണാം. അതുപോലെ തന്നെ താഴെ ഒത്തിരി കളർഫുള്ളായ കുഞ്ഞു കുഞ്ഞു ഫിഷസാണ്. നല്ല ഭംഗിയുണ്ട് അതിനെ കാണാനായിട്ട്. പിന്നെ മത്സ്യകന്യകയുടെ ഒരു സ്റ്റാച്ചുവും കൂടിയാണ് ഇവിടെ ഉള്ളത്. അപ്പം നല്ലൊരു ആംബിയൻസ് ആണ്, ഒത്തിരി എൻജോയ് ചെയ്യാൻ പറ്റും, നല്ലൊരു കാഴ്ചയാണ്. അതുമാത്രമല്ല നമുക്ക് ഒത്തിരി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റും. അതിനായിട്ട് യാതൊരു റെസ്ട്രിക്ഷൻസും ഇവിടെ ഇല്ല. അങ്ങനെ ഇവിടുത്തെ ഭംഗിയും കാഴ്ചയൊക്കെ കണ്ടു. നമുക്കിനി കുറച്ചും കൂടി മുന്നോട്ട് പോയി നോക്കാം വേറെ എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന്. അപ്പോൾ ഇവിടെ നേരെ ചെന്നതും ഒരു വലിയ ഷിപ്പിൻ്റെ ഒരു തീമാണ് ഇവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്.
നല്ല അട്രാക്റ്റീവും പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഈ കപ്പലിൻ്റെ താഴെ നമുക്ക് ഫിഷിനെയും കൂടി കാണാൻ പറ്റും. കണ്ടില്ലേ? വീക്കെൻഡും പിന്നെ പബ്ലിക് ഹോളിഡേയ്സും ഉള്ള ദിവസങ്ങൾ 499 ആണ് അഡൾട്ടിന്, പിന്നെ ചിൽഡ്രൻസിന് 449. അത് വീക്ക് ഡേയ്സ് നമ്മൾ വരുവാണെങ്കിൽ അഡൾട്ട്സിന് 399 ചിൽഡ്രൻസിന് 349 ആണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പം നേരെ ഇവിടുന്ന് അണ്ടർ വാട്ടർ ടണലിലേക്കാണ് എൻ്റർ ആവാൻ പോകുന്നത്. ഇത് കണ്ടില്ലേ എത്ര നല്ലൊരു കാഴ്ചയാണെന്ന്. ഇത് കാണാൻ വേണ്ടി നമ്മൾ ഫോറിൻ കൺട്രീസിലൊന്നും പോകേണ്ട ആവശ്യമില്ല, നമുക്ക് നമ്മുടെ ബാംഗ്ലൂരിൽ തന്നെ കാണാൻ പറ്റും. കണ്ടില്ലേ എത്ര നല്ല ഒരു കാഴ്ചയാണെന്ന്. ഈ ടണലിനകത്ത് ഫുൾ റിയലായ ഒരു ഓഷനകത്തുള്ള ഒരു തീമാണ് അവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. റിയലായിട്ട് നമ്മൾ കടലിനകത്താണ് എന്നുള്ള ഫീൽ നമുക്കിവിടെ തോന്നിക്കും. കണ്ടില്ലേ ഓരോ കാഴ്ചകളും അത്രയ്ക്കും ക്രിയേറ്റീവായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. എത്ര ഡിഫറെൻ്റായ തീംസ് ആണെന്ന് നിങ്ങൾ തന്നെ കാണുന്നുണ്ടല്ലോ, നല്ല ഒരു കാഴ്ചയാണ്. അങ്ങനെ വാട്ടർ ടണൽ കഴിഞ്ഞു, ഒത്തിരി കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റി. അപ്പം ഇവിടുന്ന് നമ്മൾ റൈറ്റ് സൈഡ് വേണം പോവാൻ. അപ്പം ഇവിടെയും കൂടി നമുക്ക് കുറച്ച് അക്വേറിയംസ് കാണാനുണ്ട്. അപ്പം ഇതും കൂടി കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റാണ്. ഇത്രയേറെ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കൂൾ ഡ്രിങ്ക്സും ഐസ്ക്രീംസൊക്കെ കിട്ടുന്ന ഒരു കുഞ്ഞ് ഷോപ്പും കൂടിയുണ്ട്. അങ്ങനെ നമ്മളിപ്പം എക്സിറ്റ് ആവാൻ പോവാണ്. അപ്പം ഇത്രയേറെ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ ഇവിടെ തന്നെയുള്ള ഫൺ വേൾഡിനെ കുറിച്ചായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. മറക്കാതെ കാണണം. അപ്പം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളിവിടെ വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നേ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.